സിംഹവാലൻ മേനോൻ പിഴക്കൊഴുകുന്ന നൂറ്റാണ്ടിന് 2 പടങ്ങൾ ശശിധരൻ നാടാട്ട് വഴി എനിക്ക് വേണ്ടി എഴുതി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശശിധരൻ നാടാട്ട് എന്ന് പറഞ്ഞു, എൻ്റെ ഒരു നല്ലൊരു ഡിഫറെൻ്റ് സബ്ജക്റ്റ് ഉണ്ട് തമ്പി, ഒന്ന് കേൾക്കാമോ എന്ന് ചോദിച്ചു. അതായത് നമ്മൾ ഇന്നും വളരെ പ്രസക്തമായ ഒരു ക്യാരക്ടറാണത്. ഒരുപാട് അടുത്ത ബന്ധുക്കളില്ല, അകന്ന ബന്ധുക്കളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ പലർക്കും ഒരു ബാധ്യതയായി മാറും. അങ്ങനെ ഒരു ബാധ്യതയായി മാറിയ ഒരു അവിവാഹിതനായ ഒരു വയസ്സൻ്റെ കഥ. അപ്പോൾ എനിക്ക് വളരെ രസമായിട്ട് തോന്നി. രസം വെച്ചാൽ കോമഡി മാത്രമല്ല, അതിനകത്തൊരു ഒരു ലൈഫുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനൊരു കഥാപാത്രം ആരെ കൊണ്ട് ചെയ്യിക്കും, അതൊരു ചർച്ചയായി. അപ്പം പലർക്കും ചെയ്യാൻ പറ്റും. ഇപ്പം വേണിച്ചേട്ടന് നന്നായിട്ട് ചെയ്യാൻ പറ്റും, നെടുമണി വേണിച്ചേട്ടന് ചെയ്യാൻ പറ്റും, അതുപോലെ തിലകൻ ചേട്ടന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ പലർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അവരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സിംഹവാലൻ മേനോൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്ത പല സിനിമകളുടെയും അല്ലെങ്കിൽ പല കഥാപാത്രങ്ങളുടെയും ഒരു രൂപഭാവങ്ങൾ ഇതിലേക്ക് വരും. അപ്പം ഇത് ആരെ കൊണ്ട് ചെയ്യിക്കാം? തമാശ വേണം, അതേസമയത്ത് സീരിയസ് ആവണം, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാനിങ്ങനെ ശശിയോട് ചോദിച്ചു, നമുക്കിത് ജഗദീഷ് ശ്രീകുമാറിനെ കൊണ്ട് ചെയ്യിച്ചാലോ? അമ്പിളിച്ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, അമ്പിളിച്ചേട്ടനെ കൊണ്ട് ചെയ്യിച്ചാലോ? അപ്പം ശശി കുറച്ച് നേരം ആലോചിച്ചു. ശശി പറഞ്ഞത് കോമഡി ആയി പോവോ? ഞാൻ കോമഡി അല്ല, അദ്ദേഹം നല്ലൊരു ആക്ടറാണല്ലോ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്. പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് മലയാള സിനിമയിൽ ഏറ്റവും താരമൂല്യമുള്ളതും ഏറ്റവും തിരക്കുള്ളതുമായ നടനാരെന്ന് ചോദിച്ചാൽ ജഗദീഷ് ശ്രീകുമാറാണ്. അദ്ദേഹം 2-3 ദിവസമാണ് ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഒരാളിനെ വെച്ച് എങ്ങനെ ഇങ്ങനൊരു സിനിമ ചെയ്യും എന്നുള്ളൊരു ഒരു ചിന്താകുഴപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ശശിധരൻ നാടാട്ടിനും കൂടെ ജഗദീഷ് ശ്രീകുമാറിനെ കാണാൻ പോയി. അപ്പം മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളിലും അദ്ദേഹമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ അപ്പം ഞാൻ തന്നെ നേരിട്ട് പുള്ളിയുടെ ഡേറ്റ് പറയുള്ളൂ, എനിക്കൊരു 3-4 ദിവസം വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ, പ്ലാൻ ചെയ്തോ തമ്പി, ഞാൻ വന്നോളാം, ഒന്നിച്ച് വെക്കരുത്, ഞാൻ ഒരു ദിവസമൊക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തീർത്ത് തരാം പോരെയെന്ന് ചോദിക്കും. അപ്പോൾ കറക്റ്റായിട്ട് വരികയും ചെയ്യും. അത്ര തിരക്കാണ് പുള്ളിക്കന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കഥ പറയാൻ, കഥയൊന്നും വേണ്ട തമ്പി, കുഴപ്പമില്ല, തമ്പി എന്നാൽ ഷൂട്ട് പ്ലാൻ ഞാൻ എത്ര ദിവസം വേണം, 2-3 ദിവസം വരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, ഞാനൊരു കഥ പറയാനാണ് വന്നത്, ആ കഥ അമ്പിളിച്ചേട്ടൻ കേൾക്കുക, കേട്ടിട്ട് നമുക്കിതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് എന്തോ ഒരു സാധാരണ ഞാൻ പറയുന്നത് വ്യത്യാസമായി തോന്നിയതുകൊണ്ട് ഒരു ഡബ്ബിങ് സമയത്താണ് ഞാൻ കാണാൻ പോയത് പുള്ളിയെ. ബ്രേക്ക് സമയത്ത് ബ്രേക്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങി. അതിനുശേഷം മാറിയിരുന്നിട്ട് ഈ ക്യാരക്ടറും കഥയും മൊത്തം പറഞ്ഞപ്പം പുള്ളി ഭയങ്കര ത്രിൽഡായി. പുള്ളി പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്, എനിക്കറിയാമെന്നുള്ളതിന് ഇതിൽ 3-4 ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതുപോലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ തമ്പി ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് അമ്പിളിച്ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും. അയ്യോ ഞാനത് എപ്പോൾ ചെയ്യും, ഇത് 10-30 ദിവസം വേണ്ടേ ഇതിന്? ഞാൻ പറഞ്ഞു 30-35 ദിവസം വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്പിളിച്ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും, വേറെ ആര് ചെയ്താലും സിനിമ നടക്കും, പക്ഷേ അമ്പിളിച്ചേട്ടൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം അമ്പിളിച്ചേട്ടൻ അന്നും ഒരു പടങ്ങൾക്കും പുള്ളി ഈ പക്ക കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാറില്ല. എല്ലാവരും വാക്കാണ് പറയുന്നത്. 1 പൈസ പുള്ളി അഡ്വാൻസ് വാങ്ങിക്കത്തില്ല, ഒരു പൈസ പോലും വാങ്ങിക്കില്ല. പടം ഷൂട്ടിങ് കഴിഞ്ഞിട്ടേ പൈസ വാങ്ങിക്കത്തുള്ളൂ. അപ്പം ഏത് പടത്തിന് എത്താൻ പറ്റുമെന്നൊന്നും പുള്ളിക്ക് അറിയില്ല. അതുകൊണ്ട് ഒരു പ്രീവിയസ് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല പുള്ളിക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് തോന്നി, തമ്പി ഏത് പടം വിട്ടാലും കുഴപ്പമില്ല, തമ്പി ഷൂട്ടിങ് പ്ലാൻ ചെയ്തു തന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ജഗദീഷ് ശ്രീകുമാർ അടുപ്പിച്ചൊരു 30-35 ദിവസം നിന്ന് അഭിനയിച്ച സിനിമയാണ് അവിട്ടം തിരുനാൾ ആരോഗ്യശ്രീമാൻ. അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു ക്യാരക്ടർ എത്രയോ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത്, ഇനിയും ജഗദീഷ് ശ്രീകുമാരൊക്കെ ചെയ്യാത്ത ക്യാരക്ടർ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രത്തോളം എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു ക്യാരക്ടറായിരുന്നു അവിട്ടം തിരുനാൾ ആരോഗ്യശ്രീമാൻ എന്ന കഥാപാത്രം. പഴയ രാജഭരണ കാലത്ത് മനസ്സുകൊണ്ട് ജീവിക്കുന്ന അങ്ങനൊരു ക്യാരക്ടർ. അപ്പോൾ അതിൽ മറ്റ് പല ക്യാരക്ടേഴ്സും ഉണ്ട്. അതിൽ മറ്റൊരു ക്യാരക്ടറായിട്ട് വരേണ്ടത്, അതായത് ജഗദീഷ് ശ്രീകുമാറിൻ്റെ സഹോദരൻ്റെ ക്യാരക്ടറായിട്ട് അന്ന് ജനാർദ്ദൻ ചേട്ടനെയാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ്റെ മകൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു ആയുർവേദ ഡോക്ടർ. ജനാർദ്ദൻ ചേട്ടനൊരു ഈ
വാച്ച് റിപ്പയറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ആയുർവേദ ഡോക്ടറും മരുമോൾ ആയുർവേദ അലോപ്പതി ഡോക്ടറും. അവർ തമ്മിലുള്ള ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരറ്റിന് ആരെ ഫിക്സ് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചു, പല പേരുകളിങ്ങനെ ആലോചിച്ചു. അപ്പം ഞാനിങ്ങനെ എനിക്ക് മനസ്സിലാലോചിച്ചു ബാലേന്ദ്ര മേനോൻ സാറിനെ. അപ്പോൾ അദ്ദേഹം ഒരു സംവിധായകനായി എന്നെ ആദ്യത്തെ സിനിമയിൽ അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം എൻ്റെ സിനിമയിൽ സഹകരിച്ച് വർക്ക് ചെയ്തിട്ടില്ല. കുറേ കാലത്തിന് ശേഷം അങ്ങനെ ബാലേന്ദ്ര മേനോൻ സാറിനെ അതിൽ ആ വേഷത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്താണെന്നൊരാഗ്രഹം തോന്നി. അപ്പം എല്ലാവർക്കും പ്രൊഡ്യൂസേഴ്സും ഒരു വണ്ടോത്ര ഫിലിംസ് എന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ എന്നൊരു ആളായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിന് അതിൽ താല്പര്യം തോന്നി. ശശിധരൻ ആറാട്ടുവഴി സമ്മതിച്ചു. അങ്ങനെ ഞാൻ ബാലേന്ദ്ര മേനോൻ സാറിനെ പോയി കണ്ട് ഈ വിഷയം സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. എൻ്റെ ഗുരുവും മെൻറ്ററും എല്ലാമാണ്. എല്ലാ കാര്യത്തിനും അദ്ദേഹം ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ. പക്ഷേ ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയതിനു ശേഷം, എൻ്റെ ആദ്യത്തെ സിനിമയിൽ അദ്ദേഹം ഹീറോ ആയതിനു ശേഷം പിന്നെ അദ്ദേഹം വീണ്ടും എൻ്റെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് വരുന്നത് അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്ന സിനിമയാണ്. അപ്പോൾ ബാലേന്ദ്ര മേനോൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കതിനൊരു ഫ്ലാഷ് ബാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സിനിമയിൽ വന്നത് എങ്ങനെയാണ്, ഞാനും ബാലേന്ദ്ര മേനോൻ സാറുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അത് പറഞ്ഞാലേ ആ ബാലേന്ദ്ര മേനോൻ സാറിന് ഞാനായിട്ടുള്ള ഒരടുപ്പം വ്യക്തമാവുകയുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സിനിമാക്കാരനാകുമെന്നോ കലാകാരനാകുമെന്നോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാര്യം എൻ്റെ കുടുംബത്തിൽ അങ്ങനൊരു കലാപാരമ്പര്യം എൻ്റെ കുടുംബത്തിലില്ല. ആരും കുടുംബത്തിൽ നിന്ന് കലാകാരന്മാരായിട്ടുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ഏറ്റവും ഈശ്വര വിശ്വാസിയാണ്, എല്ലാം ഈശ്വരനാണ് നിശ്ചയിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ എൻ്റെ അമ്മയും അച്ഛനും ചെയ്ത സുഹൃതമാണ് എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഈശ്വര നിഷേധിയായി നടന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ മാറി മാറിയാണ് താമസിച്ച് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഉറ്റ സുഹൃത്തുക്കൾ കുറവാണ്. ഒരു സ്കൂളിൽ ഞാൻ 3 വർഷത്തിൽ കൂടുതൽ പഠിച്ചിട്ടില്ല. പല പല സ്ഥലത്തും പഠിച്ചു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത് പോലും 4-ാം ക്ലാസ് മുതലാണ്. ആദ്യത്തെ 1, 2, 3 ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ തടിയൊക്കെ ഉള്ളതും പിന്നെ അതിലേക്ക് വരുന്ന എൻ്റെ ജനലത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും 8 വർഷം കാത്തിരുന്നുണ്ടായ ഒരു മകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിലെ ഒന്നും പുറത്തൊന്നും വിടില്ല, വെയിൽ കൊള്ളാൻ വിടില്ല. അപ്പം 3-ാം ക്ലാസ് വരെ സ്കൂളിൽ വിട്ടിട്ടില്ല, വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ചു. 4-ാം ക്ലാസ്സിലാണ് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്. അങ്ങനെ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പല സ്ഥലത്തും മാറി മാറി പഠിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം വന്നപ്പോഴത്തേക്കും ആറ്റിങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്കാണ് വന്നത്. അവിടെ അന്നൊരു പൊളിറ്റിക്സിൻ്റെ ഒരു ഭയങ്കര ഒരു അതിപ്രസരമുള്ളൊരു സ്കൂളായിരുന്നു. മാത്രമല്ല ആ സമയത്ത് ആറ്റിങ്ങലൊരു കോളേജില്ല. ഒരു ഗവൺമെൻറ് കോളേജ് വരണം. ഗവൺമെൻറ് കോളേജ് അല്ല, വേറെ ഒരു കോളേജും ഇല്ലെന്ന്. വർക്കലയാണെന്ന് രസൻ കോളേജ് ഉള്ളത്. ആറ്റിങ്ങൽ ഒരു കോളേജിന് വേണ്ടി തീവ്ര സമരം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സമയത്താണ് ഞാൻ ഹൈസ്കൂളിൽ ചെല്ലുന്നതും. ഞാൻ ആ സമരത്തിലും എല്ലാം പങ്കെടുക്കുകയും ആ സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പലരും അന്ന് ഈ സമരവും അങ്ങനെ. അപ്പോൾ അന്ന് എസ് എഫ് ഐയിലെ സജീവ പ്രവർത്തകനായി ഞാൻ. ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ അപ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര വെച്ച് പൂജയും കുടുംബവും മാസാമാസം അവിടെ പൂജയും ക്ഷേത്രവും ഒക്കെ ഉണ്ട്. മാത്രമല്ല അച്ഛനും എല്ലാ ആറ്റിങ്ങൽ ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രമുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കുടുംബമായിട്ട് ശാർക്കര ദേവി ക്ഷേത്രത്തിൽ പോവും. അന്ന് അവിടെ വൈകുന്നേരം പോയി ദർശനം കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു സിനിമ കാണും അച്ഛൻ. അതാണ് അച്ഛനും സിനിമയായിട്ടുള്ള ബന്ധം. എല്ലാ നാടകങ്ങളും അച്ഛൻ കാണും. നാടകങ്ങളെല്ലാം അച്ഛൻ കാണാൻ പോവും. അത് നല്ലൊരു ആസ്വാദകനായിരുന്നു. അപ്പം ഈ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് 2 തിയേറ്ററുണ്ട്. ഒന്ന് ഖദീജ തിയേറ്ററും അംബിക തിയേറ്ററും. അവിടെയാണ് ആറ്റിങ്ങലിന് മുമ്പ് സിനിമ വരുന്നത്. ആദ്യം റിലീസ് കഴിഞ്ഞ് സെക്കൻഡ് റണ്ണാണ് അവിടെ വരുന്നത്. അവിടെയാണ് പല സിനിമകളും കണ്ടിട്ടുള്ളത്. ഖദീജയിലും അംബികയിലുമാണ് പല സിനിമകളും കണ്ടിട്ടുള്ളത്. അങ്ങനെ സിനിമയും കണ്ട് ആണ് വീട്ടിൽ വരുന്നത്.
അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഈ അടിയന്തരാവസ്ഥയുടെ ഒരു ഇഷ്യൂ ഒക്കെ വന്നു. അപ്പം മിക്കവാറും അകത്തായി പോകുന്നുള്ളൊരവസ്ഥ വന്നു. അങ്ങനെ അച്ഛനും അമ്മാവന്മാരും എല്ലാം കൂടെ ആലോചിച്ചിട്ട് രാഖി രാമായണൻ എന്നെ ഈ സ്കൂളിൽ നിന്ന് നാട് കടത്തി കൊല്ലത്തൊരു കോൺവെൻറ്റ് സ്കൂളിൽ കൊണ്ടാക്കി. സെൻറ്റ് ജൂഡ് എന്ന് പറഞ്ഞൊരു സ്കൂളാണ്. ഈ അന്തരീക്ഷമായിട്ട് എനിക്ക് ഒരു കാരണവശാലും ദഹിക്കുന്നില്ല, ഡൈജസ്റ്റ് ആവുന്നില്ല. 3-ാം ദിവസം രാത്രി ഞാൻ അവിടുന്ന് മതിലെടുത്ത് ചാടി രക്ഷപ്പെട്ടു. കയ്യിൽ പൈസയില്ല. ഒരു ബസ്സിൽ കയറിയിട്ട് അയാളുടെ ആറ്റിങ്ങി ചെന്നിട്ട് കടം പറഞ്ഞ് ആറ്റിങ്ങി എത്തി. പക്ഷേ ബസ്സുകാരനൊന്നും വാങ്ങിച്ചില്ല. അയാൾ നമ്മളെ കണ്ട് അങ്ങനെ ഇന്ന ആൾ വീടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് വിട്ടയാൾ. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് അച്ഛനൊക്കെ വലിയ വിഷമമായി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അമ്മാവൻ അന്ന് റെയിൽവേയിലെ സ്റ്റേഷൻ മാസ്റ്ററാണ്. അപ്പോൾ അമ്മാവൻ വേറെ സ്ഥലത്തിരുന്ന് അമ്മാവനൊരു എല്ലാവരും പരിചയമുണ്ട്. PV നാരായണൻ നായർ, കൊല്ലത്താണ്. അപ്പോൾ അമ്മാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു ഗോപിനാഥൻ നായർ സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹെഡ് മാസ്റ്ററായിട്ട് കടക്കാവൊരു സ്കൂളുണ്ട്, ശ്രീ സേതു പാർവതി ഭായി ഹൈസ്കൂൾ. ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ സ്കൂളിൽ പൊളിറ്റിക്സ് ഇല്ല, അതിനകത്ത് രാഷ്ട്രീയം അനുവദനീയമല്ല. അന്നങ്ങനെ സ്കൂളുകൾ അപൂർവമാണ്. അപ്പോൾ ഞാൻ ഈ പൊളിറ്റിക്സിൽ പെട്ടു, ഇത് വലിയ കുഴപ്പത്തിലേക്കാവും എന്ന് മനസ്സിലായി. എൻ്റെ അച്ഛനും അമ്മാവന്മാരും എല്ലാം കൂടി ചേർന്ന് എന്നെ അവസാനത്തെ 2 വർഷം 9ഉം 10ഉം കടക്കാവൂർ സ്കൂളിൽ കൊണ്ട് ചേർത്തു. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, ഭയങ്കര വിരോധമായിരുന്നു. പക്ഷെ ആ അന്തരീക്ഷവുമായിട്ട് വളരെ പെട്ടെന്ന് ഇഴുകിച്ചേർന്നു. അപ്പോൾ ആറ്റിങ്ങിൽ നിന്ന് ബസ്സിൽ വേണം പോകാൻ കടക്കാവൂരേക്ക്. 10 കിലോമീറ്ററോളം ഉണ്ട്. അന്ന് ബസ്സൊക്കെ വളരെ അപൂർവമാണ്. കുറച്ച് ദിവസം ബസ്സിൽ പോയി, പിന്നെ ഞാൻ ഈ ബസ്സിൽ പോകാൻ മടിച്ചിട്ട്, അപ്പോൾ അതിന് വേറെ ഉദ്ദേശം കൊണ്ടുണ്ട്. അപ്പം അന്ന് സിനിമ അന്ന് ഭയങ്കര ഹരമാണ് ഇതൊക്കെ പറഞ്ഞാലും. അപ്പോൾ അന്ന് ആഴ്ചയിൽ പറഞ്ഞ പോലെ അച്ഛൻ്റെ കൂടെ ഒരു സിനിമ, പിന്നെ വേറെ ഏതെങ്കിലും സിനിമ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വിടില്ല. അപ്പോൾ വീട്ടിൽ ഞങ്ങളുടെ തന്നെ ഒരു വീടിനടുത്തുള്ള പയ്യനുണ്ട്, എൻ്റെ കൂടെ പഠിക്കുന്നത് തന്നെ, ഉദയൻ എന്ന് പറയുന്നു. അയാൾ ഇന്ന് നിർഭാഗ്യവശാൽ ജീവിച്ചിരിപ്പില്ല. ഈ ഉദയനാണ് അന്ന് എൻ്റെ കൂടെ സിനിമയ്ക്ക് വരുന്ന കൂട്ടുകാരൻ. സിനിമയ്ക്ക് ഉദയനെ കൂട്ടിവിടും. അപ്പം ഉദയനും ഞാനും കൂടെയാണ് സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെ ഇടയ്ക്കൊരു സിനിമ കാണാൻ പോകും. അപ്പോൾ സിനിമ അന്നും വലിയൊരു താല്പര്യമായിരുന്നു എനിക്ക്. അങ്ങനെ കടക്കാവൂർ സ്കൂളിൽ ചേർന്നതിന് ശേഷം അവിടെ ഈ ബസ്സിൽ പോകുന്ന മാറ്റിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചാലേ സ്കൂളിൽ പോകുമെന്ന് വാശി പിടിച്ചു. അങ്ങനെ അന്ന് റോഡിലൊക്കെ വണ്ടികൾ പോകുന്ന വളരെ അപൂർവമാണ്. അങ്ങനെ ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്നു. പിന്നെ സൈക്കിളിലായി യാത്ര. ആ സൈക്കിളിൽ യാത്ര പോകുന്നതിലൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ 10 കിലോമീറ്റർ ചവിട്ടി രാവിലെ സൈക്കിൾ ചെല്ലും. അപ്പോൾ ഉച്ചയ്ക്ക് അടുത്തൊരു കടയുണ്ട്. അപ്പോൾ ഈ കട ഭക്ഷണം പറ്റില്ല എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പിന്നെ ഇത്രയും ദിവസം സൈക്കിളിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതിന് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല, ഇങ്ങനെ 5 രൂപ ദിവസം വീട്ടിൽ നിന്ന് തരും. 5 രൂപയ്ക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം. ഈ 5 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാതെ മിക്കവാറും ഈ വ്യാഴവും വെള്ളിയും ദിവസങ്ങളിൽ വർക്കലയാണ് സിനിമ റിലീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും സ്കൂളിലൊരു വയറ്റുവേദന വരും, എന്തെങ്കിലുമൊക്കെ വയറ്റുവേദന അല്ലെങ്കിൽ ചുമ ഒക്കെ വരും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ശരി പൊയ്ക്കോ എന്ന് പറയും. നേരെ ഈ 5 രൂപ പോക്കറ്റിലുണ്ടല്ലോ, ഇത് പച്ചവെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടി കടക്കാവൂർ നേരെ വർക്കലയിലേക്ക് പോകും. അവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് വർക്കലയ്ക്ക്. വർക്കല ചെന്ന് മാറ്റിനി സിനിമ കാണും. 2:30-3 മണിക്കാണ് അന്ന് മാറ്റിനി സിനിമ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വരും. അപ്പോൾ ഇതിങ്ങനെ ഒരു യൂഷ്വൽ റുട്ടീനായിരുന്നു. അപ്പോൾ അവിടെ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അവിടെ ഒരു രാമൻ നായർ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹം അവിടെ അത്യാവശ്യം കലാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. കലാപ്രവർത്തനങ്ങളും കായിക മത്സരങ്ങളും ഈ കബഡി, കൊക്കോ അങ്ങനെയുള്ള മത്സരങ്ങളും ഓട്ട മത്സരങ്ങളും അതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ആ സ്കൂളിൻ്റെ പ്രത്യേകത. അപ്പോൾ മാത്രമല്ല എല്ലാ ഈ ടീച്ചേഴ്സൊക്കെ കുട്ടികളുമായിട്ടൊക്കെ വളരെ അടുപ്പമാണ്. ഇപ്പോൾ തന്നെ ഞാനുമായിട്ടൊക്കെ തന്നെ എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ അവർക്കറിയാം, അത്ര അടുപ്പമുണ്ട്. അപ്പോൾ ഈ രാമൻ നായർ സാറ് ഇടയ്ക്കിടയ്ക്ക് നാടകം അവതരിപ്പിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ സ്കൂളിലൊരു നാടകം അവതരിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെ ഈ കുട്ടികളെയൊക്കെ നീ അങ്ങനെയൊക്കെ വിളിക്കത്തുള്ളൂ, വേണു നീ ഇതിലൊരു വേഷം അഭിനയിക്കുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സൈസൊക്കെയാണ്. അത് ഡോക്ടർ ഫാസ്റ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് നോവലാണ്, ഇംഗ്ലീഷ് നാടകമാണ്. അതിൻ്റെ മലയാളം ആവിഷ്കാരമാണ്.
അതിൽ മെഫസ്റ്റോഫിലിസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഭൂതം, അങ്ങനെ ഒരു ക്യാരക്ടറാണത്. അപ്പോൾ അത് എനിക്ക് നല്ല തടിയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പിടിയില്ല. എന്താണ് ഞാൻ കലാ ജീവിതത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ കലാകാരനാകുമെന്നുള്ള ഒരു ചിന്ത പോലും എനിക്കില്ലാത്ത കാലഘട്ടമാണ്. അങ്ങനെ ഈ രാമൻ നായർ സാറിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ചു. അന്ന് എനിക്ക് ആ സ്കൂളിൽ ആ നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അതെനിക്കൊരു അത്ഭുതമായിരുന്നു. ഒരു പുതിയ ചിന്ത തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഒരു കലാകാരനിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. അങ്ങനെ ആ വർഷം തന്നെ ആ നാടകം തന്നെ ഈ ഡിസ്ട്രിക്ട് ലെവലിൽ, സ്കൂളിൻ്റെ ഡിസ്ട്രിക്ട് ലെവലിൽ അവതരിപ്പിച്ച് ഡിസ്ട്രിക്ട് ലെവലിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. ആ ബെസ്റ്റ് ആക്ടർ അവാർഡ് തന്നത് ചിറയൻകീഴ് ഒരു സ്കൂളിൽ വെച്ചാണ് ആ അവാർഡ് വാങ്ങിക്കുന്നത്. ആ സ്കൂളെന്ന് പറയുന്നത് കൂന്തള്ളൂർ ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ആ കൂന്തള്ളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. അന്ന് മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന, മലയാള സിനിമയുടെ ചക്രവർത്തിയായിരുന്ന പ്രേംനസീർ സാറിൻ്റെ വീടാണ്. പ്രേംനസീർ സാറിൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കൂന്തള്ളൂർ സ്കൂൾ. ഈ ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന് പറയുന്നത്, ഡിസ്ട്രിക്റ്റിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന് പറയുന്നത് പ്രേംനസീർ സാറിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഒരു അവാർഡാണ്. അത് ആ സ്കൂളിൽ അന്ന് ആ ഡിസ്ട്രിക്റ്റിലെ അവാർഡുകളൊക്കെ നസീർ സാറ് ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നസീർ സാറിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള അവാർഡാണ് ഈ ബെസ്റ്റ് ആക്ടർ. അങ്ങനെ ആ അവാർഡൊന്ന് തന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സമ്മാനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് അതുല്യനായ പ്രേംനസീർ സാറിൻ്റെ കയ്യിൽ നിന്നാണ്. സാറാണ് എനിക്ക് ആ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് അതൊരു ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ് അവാർഡായിട്ട് തന്നത്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും അത് പ്രേംനസീർ സാറിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അത് മാത്രമല്ല, അദ്ദേഹമായിട്ട് കുടുംബപരമായിട്ടും എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ സുഹൃത്താണ് അഡ്വക്കേറ്റ് PV നീലാണ്ടപിള്ള. നസീർ സാറിൻ്റെ പല കേസുകളും അമ്മാവനാണ് കൈകാര്യം ചെയ്തിരുന്നത്. അമ്മാവൻ പിന്നെ NSSൻ്റെ പ്രസിഡൻ്റൊക്കെ ആയി. അദ്ദേഹമായിട്ട് പലപ്പോഴും അമ്മാവൻ്റെ വീട്ടിൽ വെച്ച് നസീർ സാറിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നസീർ സാറിൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡ് വാങ്ങിച്ചത്. അതൊരു കലാകാരനിലേക്കുള്ളൊരു മാറ്റമായിരുന്നു. പിന്നെ ഞാൻ മോണോ ആക്ടുകൾ അവതരിപ്പിച്ചു. അങ്ങനെ നാടകത്തിനോട് താല്പര്യം കൂടി. അടുത്ത വർഷം മോണോ ആക്ടിന് എനിക്ക് ഡിസ്ട്രിക്ട് പ്രൈസ് കിട്ടി, സ്റ്റേറ്റിലും സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു കലാകാരനായിട്ട് മാറുകയാണ് ചെയ്തത്. കോളേജിൽ വന്നപ്പോഴും വീണ്ടും ആ രംഗത്തേക്ക് കടന്നു. അവിടെയും വീണ്ടും പൊളിറ്റിക്സ് കയറി വന്നു. അത്യാവശ്യം പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പോലും കല എന്നുള്ള സാധനം അതിൻ്റെ പാരലായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി ഞാനൊരു സിനിമയുമായി ബന്ധപ്പെടുന്നത്. പ്രകൃതി മനോഹരി എന്നൊരു സിനിമ. അതിൽ പത്രത്തിൽ പരസ്യം കണ്ട് അപേക്ഷിച്ചതും അഭിനയിക്കാൻ പോയതും. ആ അഭിനയിക്കാൻ ചെന്നപ്പോൾ അവിടെ വെച്ചാണ് ഒരു ഡയറക്ടർ ആവണം, അതാണ് എൻ്റെ ഒരു അംബിഷൻ എന്നെനിക്ക് തിരിച്ചറിയുന്നത് അവിടെ വെച്ചാണ്. അത് കഴിഞ്ഞ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. ആ സമയത്ത് ഇനി എങ്ങനെയെങ്കിലും ഒരു സംവിധായകനായി മാറുക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം മുന്നിൽ കണ്ടു. അപ്പോൾ കോളേജ് പഠിക്കുമ്പം തന്നെ അന്ന് ഞാൻ ഈ പ്രകൃതി മനോഹരിയിൽ അഭിനയിക്കുമ്പോൾ അതിൽ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തത് ഒരു ദിവാകര മേനോൻ എന്ന് പറഞ്ഞ ആളാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ കൊല്ലം നാനക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയാണ്, അത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ വേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വേണമെന്ന് അവിടെ പോയി സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഇളയ അമ്മാവനെ വിളിച്ച് പറഞ്ഞു. അമ്മാവന് കൃഷ്ണസ്വാമി റെഡ്ഡിയാന്ന് പറഞ്ഞിട്ട് നാനയുടെ ഉടമസ്ഥനെ അറിയാം. അമ്മാവൻ അന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററാണ്. അപ്പോൾ അമ്മാവൻ വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഞാൻ നാനയുടെ കൊല്ലം ഓഫീസിൽ പോകുന്നു, അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചാണ് പോകുന്നത്. പറ്റുമെങ്കിൽ സംവിധാനം കൂടെ പഠിച്ചാൽ കൊള്ളാമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ ദിവാകരമേനോൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ അമ്മാവൻ പറഞ്ഞു, എന്നെ അവിടെ വിളിച്ചൊക്കെ ഇരുത്തി. ഞാൻ കൊച്ചു പയ്യനാണ്, ഞാൻ കോളേജ് പഠിക്കുന്ന പയ്യൻ. പുള്ളി ഇങ്ങനെ നോക്കി, അടിമുടിയൊക്കെ നോക്കി വന്നു. ഇവനിപ്പോൾ അഭിനയിക്കാനൊക്കെ ആയോ നോക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞില്ല, ഇത് എല്ലാം ഫൈനലൈസ് ചെയ്ത് പോയി,
മേനോനാണ് ഡയറക്ടർ. മേനോൻ വന്നെല്ലാം ഫിക്സ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഈ മേനോൻ ആരെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച് മേനോൻ എന്ന് പറയുന്ന പി എൻ മേനോൻ, അന്ന് അറിയപ്പെടുന്ന ആൾ പി എൻ മേനോനാണ്. പി എൻ മേനോനായിരിക്കും സംവിധായകൻ. നമുക്ക് അത്രയ്ക്ക് വായിച്ച് കേട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. അപ്പം മേനോൻ വന്നെല്ലാം ഫിക്സ് ചെയ്തിട്ട് പോയി. അപ്പം ഇനിയിപ്പം ഇതിൽ നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ നിരാശനായിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ പി എൻ മേനോനായിരിക്കും ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കോയിൻസിഡൻസിലേക്ക് വരികയാണത്. അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ വീണ്ടും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ ഒരു മൂത്തൊരു അമ്മാവനുണ്ട്. ആ അമ്മാവൻ്റെ അടുത്ത ബന്ധുവാണ് ഡയറക്ടർ ശ്രീകുമാരൻ തമ്പി. വളരെ അടുത്ത ബന്ധുവാണ്. അപ്പം ഒരിക്കൽ അമ്മാവൻ വന്നപ്പോൾ ഞാൻ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞു, നീ പഠിത്തം കഴിഞ്ഞിട്ടാ, പഠിത്തം കഴിഞ്ഞിട്ട് പോരെ. അല്ല, എനിക്കിപ്പോൾ അവധിയൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും പടത്തിലേക്ക് പോയി നിന്നൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സമയത്ത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. വേനൽ മഴ എന്ന് പറഞ്ഞിട്ട് അതിൽ മൗസാറും ജയനുമാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ മൗസാറും ജയനെയും അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്താണ്. ആറ്റിങ്ങൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു അകന്ത ബന്ധു, ഒരു അംബിക ഫിലിംസ് ഒരു ശങ്കരൻ നായരുണ്ട്. അദ്ദേഹം കുറേ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ഷൂട്ടിങ് ആറ്റിങ്ങലും ചിറയൻകീഴ് ഭാഗത്തായിരുന്നു. കന്യക എന്നാണ് ആ സിനിമയുടെ പേര്. അതിൽ മൗസാർ നായകനും ജയൻ വില്ലനുമാണ്. ശശികുമാർ സാറാണ് ആ പടത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഡയറക്ഷനെ പറ്റിയൊന്നും എനിക്കൊരു പിടിയില്ല. അങ്ങനെ ഞാൻ ആ സിനിമയുടെ ലൊക്കേഷനിൽ ഇതിൻ്റെ പേരിൽ പലപ്പോഴും പോയി അങ്ങനെ പരിചയപ്പെട്ടു. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം അങ്ങനെ അപ്പം ഈ ശങ്കരൻ നായർ സാറ് പറഞ്ഞു, എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞു. ശശികുമാർ സാറിനെ പരിചയപ്പെട്ട് ശശികുമാർ സാർ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ച് നന്നായിരിക്കട്ടെ, സിനിമയിൽ നന്നായിട്ടൊക്കെ വരട്ടെ. അപ്പോൾ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭിനയിക്കണം. വരട്ടെ പഠിത്തമൊക്കെ കഴിയട്ടെ, എന്നിട്ടൊക്കെ അഭിനയിക്കാം. അപ്പോൾ നല്ല സൈസൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ശശികുമാർ സാറിനെ അവിടെ വെച്ച് പരിചയപ്പെടുകയും അവിടെ മൗസാറ്, ഷീലാമ്മ, ജയഭാരതി, ജയൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിരുന്നു അന്ന്. പിന്നെ ഒരു പ്രൊഡ്യൂസർ, ഒരു അകന്ന ബന്ധു എന്ന് പറയുമ്പോഴത്തേക്കും അവർ പരിചയപ്പെടുത്തുമ്പം കുറച്ചുകൂടെ ഒരു ശ്രദ്ധിക്കുമല്ലോ അവർ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ വേനൽ മഴയുടെ ലൊക്കേഷനിൽ എൻ്റെ അമ്മാവനെയും കൂട്ടി ശ്രീകുമാരൻ തമ്പി സാറിനെ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ മൗസാറും ജയനുമാണ് നമ്മുടെ അരുവിക്കര എന്ന തിരുവനന്തപുരത്ത് അവിടെ ഒരു ട്രെഞ്ച് പോലൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് പരിചയപ്പെട്ടു. മറ്റേ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ. അപ്പോൾ അമ്മാവനൊരു വലിയ അടുപ്പമാണ്. അമ്മാവൻ പറഞ്ഞിങ്ങനെ എൻ്റെ സഹോദരിയുടെ മോനാണ്. അപ്പോൾ അവനിങ്ങനെ സിനിമ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഞാൻ കോളേജ് പഠിച്ചിട്ടുണ്ട്. ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിയട്ടെ, പഠിത്തമൊന്നും പതി കളഞ്ഞിട്ടൊന്നും സിനിമയൊന്നും വേണ്ട. ഇപ്പം നമ്മൾ പലയിടത്തും പറയും. അപ്പോൾ അന്ന് നമുക്ക് ദേഷ്യം തോന്നുന്നത്, അതെന്താ ഞാൻ ഇവർക്ക് മാത്രമേ ചെയ്യാവുള്ളൂ, നമുക്ക് പഠിച്ചുകൂടെ. ഇപ്പം ഞാൻ പലയിടത്തും പറയും, നിങ്ങളിങ്ങനെ വിദ്യാഭ്യാസമൊന്നും കളഞ്ഞത് ചെയ്യരുത്, വിദ്യാഭ്യാസം പഠിച്ച് ഇപ്പം നമുക്ക് സിനിമ പോലും നിങ്ങളൊരു ഒരു 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 പ്രൊഫഷനായിട്ട് എടുക്കരുത്, പാഷനായിട്ട് വേണം എടുക്കാൻ. കാര്യം പ്രൊഫഷനായിട്ട് ഇപ്പം സിനിമ എന്ന് പറയുന്നൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പാഷനായിട്ട് എടുക്കണം എന്ന് ഇപ്പോഴും പറയുമ്പോൾ ചിലർക്ക് നമുക്ക് തോന്നും, നമ്മുടെ അന്നത്തെ ആ മാനസികാവസ്ഥയിലുള്ള ആൾക്കാരിന്നും ഉണ്ടാവും, അയാളെന്താ ഇങ്ങനെ മനഃപൂർവ്വം പറയുന്നതല്ലേ. അങ്ങനെയാണ് എനിക്കന്ന് തോന്നിയത്. എന്നോട് ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞപ്പം എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് അച്ഛൻ റിട്ടയർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫാദർ റിട്ടയർ ആകാൻ പോവാണ്. അപ്പോൾ ഫാദറിന് എന്നെ എവിടെയെങ്കിലും ഒരു സേഫായിട്ട് എവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം. അപ്പോൾ അന്ന് അച്ഛന് പെൻഷൻ കിട്ടിയ പൈസ എല്ലാം അച്ഛനന്ന് കൊണ്ടുവന്ന് പറവൂർ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പ്രസിദ്ധമായൊരു ബാങ്കുണ്ട്. ആ ബാങ്കിൽ കുറച്ച് പൈസ FD ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ജോലി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് എന്നെ BCom പഠിപ്പിച്ചത്. എന്നെ അക്കൗണ്ടൻസിയും കൊമേഴ്സും പഠിപ്പിച്ചത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാക്കുക എന്നുള്ള അച്ഛൻ്റെ ഉദ്ദേശമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് പയ്യെ അച്ഛൻ്റെ തലതെപ്പി അങ്ങനെ സിനിമാ മോഹവുമായിട്ട് നടക്കുന്നു. ഈ സമയത്ത് രവിഗുപ്തൻ ഡയറക്റ്റ് ചെയ്തൊരു സിനിമ ഈ വഴി മാത്രം എന്നൊരു സിനിമയിൽ അതിന് ആ പ്രൊഡ്യൂസറെ പരിചയമുള്ളതുകൊണ്ട് അതുവഴി അതിനകത്ത് വർക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നു. അവിടെ വെച്ചാണ് ഡയറക്ടർ കമലുമായിട്ട് പരിചയപ്പെടുന്നത്. കമൽ ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അവിടെ വെച്ചാണ് സുഖേട്ടനെ പരിചയപ്പെട്ട് ഞാൻ സുഖേട്ടൻ്റെ വീട്ടിൽ പോയ കാര്യമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അതെല്ലാം ഈ വഴി മാത്രം എന്ന സിനിമയുടെ സമയത്ത് സംഭവിച്ചതാണ്.
പല ആൾക്കാരെ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. അതാണ് എൻ്റെ സിനിമയുടെ ആദ്യത്തെ ഒരു അനുഭവം. കമലുമായിട്ടുള്ള പരിചയമൊക്കെ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് സിനിമ പഠിക്കണമെന്നൊരാഗ്രഹം വന്നു. അപ്പോൾ അത് ആരാണ് അന്ന് ഏറ്റവും പോപ്പുലറും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഡയറക്ടറാണ് ബാലേന്ദ്ര മേനോൻ സാർ. ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ എല്ലാ പടങ്ങളും ഹിറ്റ്. അങ്ങനൊരു നിൽക്കുന്നൊരവസ്ഥ മേനോൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് വലിയൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നു. പക്ഷേ മേനോൻ സാറിൻ്റെ കൂടെ ഒന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ആൾക്കാരും അങ്ങനൊരു ഗോപി രാജൻ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് പുള്ളിയുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും. അവർ രണ്ടുപേരുമാണ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ്. അങ്ങനെയൊക്കെ നിൽക്കുന്നൊരവസരമാണ്. അപ്പോൾ എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് വഴി ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടൊരു ഗോപിനാഥൻ എന്നായിരുന്നു, ഡെൻലപ്പിലെ ഒരു ഏരിയ മാനേജരായിരുന്നു. അദ്ദേഹവും ബാലേന്ദ്ര മേനോൻ സാറായിട്ട് വലിയ അടുപ്പമായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ സ്ഥിരമായിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിരമായി കയറി ഇറങ്ങുകയും അദ്ദേഹം ഞാനൊരു ശല്യമായി മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹം ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി പറയുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബാലേന്ദ്ര മേനോൻ സാറിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ കൊല്ലത്തെ വീട്ടിലെത്തുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, ഡബ്ബിങ്ങും എഡിറ്റിങ്ങും ഒക്കെ നടക്കുന്നു, അതിൽ വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ ഡബ്ബിങ്ങിലൊക്കെ അതിന് വർക്ക് ചെയ്യാൻ അതോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ നസീർ സാറ് ഡബ് ചെയ്യാൻ വന്നു. നസീർ സാർ ഡബ് ചെയ്യാൻ വരുമ്പോൾ അപ്പോൾ ഭാഗ്യവശാൽ നസീർ സാറിന് ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ, അതായത് നമുക്ക് സ്ക്രിപ്റ്റിൽ പറഞ്ഞു കൊടുക്കുക, അടുത്ത് നിൽക്കുന്ന ഒരാൾ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം എനിക്കാണ് കിട്ടിയത്. അപ്പോൾ നസീർ സാറിൻ്റെ ഡബ്ബിങ് ഒരു പ്രത്യേക രീതിയിലാണ്, വളരെ ഭയങ്കര രസമാണ് അദ്ദേഹം ഡബ് ചെയ്യുന്നത്.